ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൻ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT കോടതിയിൽ റിപ്പോർട്ട് നൽകും. പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ എതിർത്ത് നേരത്തെ SIT റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇപ്പോൾ ജാമ്യം തേടി പ്രതികൾ കോടതിയെ സമീപിക്കുന്നു. സ്വാഭാവികമായിട്ടും SITയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിന്റെ നിർണായക ഘട്ടങ്ങളിലേക്കൊക്കെയാണ് അപ്പോൾ ജാമ്യം നൽകരുത് എന്നുള്ളൊരാവശ്യം തന്നെ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജാമ്യ ഹർജികളിൽ വാദം തുടങ്ങുകയാണ് ഇന്നിപ്പോൾ. സ്വാഭാവികമായിട്ടും കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ജാമ്യ ഹർജി അല്ലാതെ മറ്റൊരു അതിന്റെ അന്വേഷണ ഘട്ടം അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് എത്തി നിൽക്കുന്നു, ഇനി അതിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പോൾ കോടതിയുടെ വിശദാംശങ്ങൾ. ജെൽസി നൌഫൽ, അതായത് ശബരിമല കൊള്ളയിൽ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഈ കേസിൽ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവർ ഈ അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത്. അതിൽ വാദം ഇന്ന് കേൾക്കുന്നുണ്ട്. മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് നേരത്തെ തന്നെ SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പിന്നാലെയാണിപ്പോൾ ഈ പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ എതിർത്ത് SIT നേരത്തെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും സ്വർണ്ണക്കുള്ള കേസിൽ പങ്കില്ല എന്നുള്ളതാണ് ഈ ഗോവർദ്ധൻ്റെ വാദം. പക്ഷേ അതേസമയം തന്നെ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നടത്തിയത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ്. ഈ സ്വർണ്ണപ്പാളികളടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് SIT കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഒപ്പം തന്നെ ഈ ശ്രീകോവിലെ മറ്റ് സ്വർണ്ണപ്പാളികളും കൈക്കലാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇവർ പങ്കാളികളാണ് എന്നുള്ള ഒരു വാദമാണ് SIT ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതിയിൽ, അതിൽ വാദമാണ് ഇന്ന് കേൾക്കുക.